അൽഹംദുലില്ലാ കഴിഞ്ഞ ദിവസങ്ങളിൽ ജാമുൽ ഫുത്തൂഹിൽ നടക്കുന്ന അസർ ജമാഅത്തിന് ശേഷമുള്ള നമ്മുടെ സൈക്കോളജിക്കൽ ടോക്സ് ഫോർ സ്പിരിച്വൽ ഹെൽത്ത് എന്നുള്ള ആ ഒരു മോട്ടോയിൽ നമ്മൾ ഇപ്പോൾ കുറച്ച് ദിവസമായി തുടർച്ചയായിട്ട് കണ്ടിന്യൂ ചെയ്ത് പോരാം. അപ്പോൾ അതിൽ 1-2 ദിവസങ്ങളിൽ നമ്മൾ നിസ്കാരം എങ്ങനെ സമൃദ്ധമാക്കാം, നിസ്കാരത്തിൽ എങ്ങനെ മൈൻഡ്ഫുൾനെസ്സോടുകൂടെ എങ്ങനെ നിസ്കരിക്കാം എന്നതിനെക്കുറിച്ച് ഒരു വിഷയാവതരിപ്പിച്ച് സംസാരിച്ചു. അതിനുശേഷം ആളുകൾ പേഴ്സണലായും അതുപോലെ തന്നെ പല ആളുകളും ഇതുമായി ബന്ധപ്പെട്ട ആളുകളോട് നമ്മുടെ ടീമിനോട് സംസാരിച്ച കാര്യം ഇതിന് പ്രത്യേക പിന്നെ പരിശീലനത്തിന് മാർഗങ്ങളുണ്ടോ എന്നാണ് വിഷയം. അപ്പോഴാണ് ഈ ഒരു ആശയം നമുക്ക് തോന്നിയത് ഇതൊരു പരിശീലനമായി സംഘടിപ്പിക്കാമല്ലോ, ആവശ്യമുള്ളതാണ്. പല ഒരുപാട് പേര് ചോദിച്ചു. ഇപ്പോൾ ഈ ദിവസങ്ങളൊക്കെ ആയിട്ട് നല്ല ബിരുദധാരികളായ ദീർഘകാലം ദർസി മേഖലയിൽ സേവനം ചെയ്യുന്ന മുദരിസുമാരുൾപ്പെടെ പലരും ഈ വിഷയം ചോദിച്ചിരുന്നത്. അതായത് വളരെ സന്തോഷം പറഞ്ഞു, വല്ലാത്ത സന്തോഷമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വിഷയം പറഞ്ഞു. അതിൽ ഒരു ആവശ്യമുള്ളൊരു വിഷയമാണ്. എന്തുകൊണ്ടെന്നറിയാം, ഈ മേഖലയിൽ ഈ മൈൻഡ്ഫുൾനെസ്സൊക്കെ ഉപയോഗിക്കുന്നതിന് ആവശ്യമായ ചെറിയ ടെക്നിക്കുകളൊക്കെ കിട്ടുമ്പോൾ അത് വെച്ച് മതപരമായ പാണ്ഡിത്യം ഇല്ലാത്തവർ ചില പ്രകടനപരതകൾ ഉൾക്കൊള്ളിച്ചുള്ള പ്രോഗ്രാമുകൾ നടത്തുന്നതൊരു ഭാഗത്തുണ്ട്. മറ്റൊന്ന്, ചില പാണ്ഡിത്യമുള്ളവർ പോലും ചില മതനിയമങ്ങൾ അവഗണിച്ചുകൊണ്ട് ഇതേ പ്രോഗ്രാം നടത്തുക, പ്രത്യേകിച്ച് ലേഡീസ് മിംഗ്ലായിട്ട് ചെയ്യുക. അപ്പോൾ അതിന് ഒരുപാട് ദൂഷ്യവശങ്ങളുണ്ട്. അപ്പോൾ അതും കൂടി പരിഹരിച്ചിട്ട് ചെയ്യാൻ കഴിയും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. നേരത്തെ നമ്മൾ ലീഡേഴ്സ് ക്യാമ്പിലൊക്കെ ഇതിൻ്റെ പ്രാക്ടീസും ഇതിൻ്റെ ഒരു വശങ്ങളൊക്കെ പലപ്പോഴും നമ്മൾ കൈകാര്യം ചെയ്തപ്പോൾ അതിലൊരുപാട് മാറ്റങ്ങൾ, ഒരു നിസ്കാരം എന്നുള്ള അനുഭൂതി നമുക്ക് ആസ്വദിക്കാൻ പറ്റിയിട്ടുണ്ട്. പക്ഷേ ഇതുപോലെ നമ്മളൊരു കോഴ്സായി നമ്മൾ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ഇതിൽ വേറെ എന്തെങ്കിലും പുതിയ ടെക്നിക്കുകൾ, ശാസ്ത്രീയമായ ടെക്നിക്കുകൾ യൂസ് ചെയ്ത് ചെയ്യാൻ പറ്റുമോ? ഉണ്ട്. മോഡേൺ സയൻസിൽ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റിയതുണ്ട്. അതുപോലെ അപ്ഡേറ്റഡ് പോസിറ്റീവ് സൈക്കോളജിയിലെ പല ഭാഗങ്ങളും നമുക്കിതിന് ഉപയോഗപ്പെടുത്താൻ പറ്റിയതുണ്ട്. പക്ഷേ ഇതിനെല്ലാം അതിൻ്റെ ചില അന്തസത്തകൾ എവിടെയുണ്ട്? നേരത്തെ ഇമാമിങ്ങൾ, പ്രത്യേകിച്ച് ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു, മറ്റ് പല ഇമാമുകളുടെയും ഇത് സംബന്ധമായ മാർഗനിർദ്ദേശങ്ങൾ, ഇതിൻ്റെ എല്ലാം സൊല്യൂഷനുണ്ട്. ആ ഇമാമിയങ്ങൾ നിർദ്ദേശിച്ച അത്തരം മാർഗനിർദ്ദേശങ്ങൾ കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് നിസ്കാരം എങ്ങനെ സമൃദ്ധമാക്കാം, നിസ്കാരം എങ്ങനെ ആത്മീയത നിറഞ്ഞതാക്കാം എന്നത് പരിശീലിപ്പിക്കാനും അവർക്ക് ലൈഫിൽ അത് പ്രയോഗവൽക്കരിക്കാൻ സഹായകമാകുന്ന രീതിയിൽ നടപ്പിലാക്കി കൊടുക്കാൻ ഇൻഷാ അല്ലാഹ് നമുക്ക് സാധിക്കും. അതിനുവേണ്ടി നമ്മൾ ഉദ്ദേശിച്ചൊരു പ്രോഗ്രാമാണ് മൈൻഡ്ഫുൾനെസ് ഇൻ നമാസ് എന്ന് പറഞ്ഞത്. മൈൻഡ്ഫുൾനെസ് ഇൻ നമാസ്. നിസ്കാരം മനസ്സാന്നിധ്യത്തോടെ ആക്കാം, ആസ്വദിച്ചാക്കാം, ആത്മീയത ചോർന്നു പോകാതെ നിസ്കരിക്കാം. നിസ്കാരത്തിൻ്റെ തുടക്കം മുതൽ അവസാനം വരെ ആ ആത്മീയത എങ്ങനെ നിലനിർത്താം, അത് പ്രാക്ടീസ് കൂടെ ആവശ്യമുണ്ട് എന്നുള്ളൊരു പുതിയതായി പിന്നെ നമ്മൾ ഒരു പുതിയ, അതായത് നിസ്കരിക്കുമ്പോൾ നിസ്കാരത്തെക്കുറിച്ച് പറഞ്ഞത് ഇന്ന സ്വലാത്ത തൻഹാനിൽ ഫഹ്ശാഇ വൽ മുൻകർ എന്ന് പറഞ്ഞാൽ അങ്ങനെ നിസ്കരിച്ചാൽ അത് ഓട്ടോമാറ്റിക്കായി ഉണ്ടാകുമെന്നായിരുന്നു നമ്മൾ ആലോചിച്ചത്. അതിന് ഒരു പ്രാക്ടീസൊക്കെ ആവശ്യമുണ്ടോ എന്നുള്ളൊരു ചോദ്യം കൂടി ഉണ്ടാവും. തീർച്ചയായിട്ടും പ്രാക്ടീസ് ആവശ്യമുണ്ട്. ഒരു മനുഷ്യന് ജീവിതത്തിൽ മരണം വരെ പരിശീലനവും ഒരു പരിശീലകനും ആവശ്യമുണ്ട്. എപ്പോഴും നമ്മൾ ഒരു അറിവുള്ള ഒരാൾ പോലും എന്ത് ചെയ്യണം, അറിവുള്ള ഒരാളെ ഡിപ്പെൻഡ് ചെയ്ത് തന്നെ ലൈഫ് ഡിസൈൻ ചെയ്യണം, ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകണം. ജീവിതം എപ്പോഴും അങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതിന് വളഞ്ഞ വഴികൾ സ്വീകരിക്കുന്നതിന് പകരം നേരെയുള്ള വഴികൾ തന്നെ സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ പലരും ഇത്തരം വഴികൾക്ക് വേണ്ടി, ഇത്തരം ആവശ്യങ്ങൾക്ക് വേണ്ടി മതത്തെ നിരാകരിക്കുന്ന വഴികൾ സ്വീകരിക്കും. മുറിഞ്ഞു പോകാത്ത നല്ല വഴികളൊക്കെ മുറിക്കുക, കുറേ ഛിദ്രത ഉണ്ടാക്കുകയൊക്കെ ചെയ്തിട്ട് ചില വളഞ്ഞ ആത്മീയതകൾ, ഇല്ലാത്ത ചില ആത്മീയതകളൊക്കെ പോകുന്നത് ഇതുകൊണ്ടാണ്. എന്നാൽ ആവശ്യമില്ലാത്ത വിധം ഉള്ളത് തന്നെ, അതായത് സ്ഥിരപ്പെട്ട ആശയങ്ങളും നമുക്ക് സ്ഥിരപ്പെട്ട ഈ ഗുരുനാഥന്മാരെയൊക്കെ അംഗീകരിച്ചുകൊണ്ടും അവരുടെ വഴിയിൽ നിന്നുകൊണ്ടും തന്നെ ഇത് പ്രാക്ടീസ് ചെയ്യുകയും ഉപയോഗപ്പെടുത്തുകയും ചെയ്യാം. അത് ആവശ്യമാണ്. ജനങ്ങൾക്ക് വളരെയേറെ ഗുണം ചെയ്യുന്നൊരു സംഭവമാണ്. എല്ലാവരും പറയുന്ന സംഗതിയാണ്, നിസ്കാരത്തിലേക്ക് പ്രവേശിച്ചാൽ പിന്നെ പല മറന്ന കാര്യങ്ങളൊക്കെ ഓർമ്മ വരുന്നു, മറന്നുപോയ ഇടപാടുകളൊക്കെ ഓർമ്മ വരുന്നു. ഇന്നലെ ഒരാൾ പറഞ്ഞ് അതുപോലെ തന്നെ തക്ബീർ കെട്ടുമ്പോൾ പിന്നെ കൊടുക്കാനുള്ള കടങ്ങളൊക്കെ ഓർമ്മ വരുന്നുണ്ട്, നിസ്കരിക്കാൻ പേടിയാവുന്നുണ്ട്. അപ്പോൾ ഇത് സത്യത്തിൽ അവൻ്റെ ചിന്ത ഒരുപാട് കൂടുകയാണോ, അതല്ല മൈൻഡ് ഫ്രീ ആകുന്ന സമയത്ത് ഓർമ്മ വരികയാണോ ഇത് സത്യത്തിൽ? അതായത് നിസ്കാരത്തിൽ നീയത്ത് എന്ന് പറയുന്നത് ചിലരൊക്കെ തുടക്കത്തിൽ മാത്രമാണ്. മഹാന്മാർ പഠിപ്പിച്ചത് കാണാം, നീയത്ത് എന്ന് പറയുന്നത് നിസ്കാരത്തിൻ്റെ അവസാനം വരെ എല്ലാ പകലങ്ങളിലും ഇസ്തിദാമത്ത്, കണ്ടിന്യൂ നിലനിർത്തൽ, അത് പുണ്യമാണ്, അത് ആവശ്യമാണ്. അത് ചെയ്യാത്തതിൻ്റെ പ്രശ്നമാണത്.
അതിന് പ്രാക്ടീസ് ചെയ്യണം. പക്ഷെ ചിലർ ഈ തുടക്കത്തിൽ മാത്രം അത് കൊണ്ടുവരികയും പിന്നെ അതിൻ്റെ ആവശ്യമില്ല എന്ന് ചിന്തിക്കുകയും ചെയ്യുമ്പോൾ അപ്പോൾ എന്ത് ചെയ്യുന്നു, മൈൻഡ്ഫുൾനെസ് കൊടുത്തു കഴിഞ്ഞാൽ പൊതുവേ സബ് കോൺഷ്യസ് ഓൺ ആകും. സബ് കോൺഷ്യസ് ഓൺ ആയാൽ നേരത്തെ മെമ്മറിയിലുള്ള അഥവാ സബ് കോൺഷ്യസ് ഏരിയയിലുള്ളതിന് നമ്മൾ മറന്നത് എന്നാണ് പറയാം. അത് എവിടേക്ക് വരും, കോൺഷ്യസിലേക്കും കൂടി വരും. അതാണ് ഈ പ്രയാസം. അപ്പോൾ അതിന് പരിഹാരമാകും നമ്മളിത് പ്രാക്ടീസ് ചെയ്താൽ. മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്ന സാധനം അഥവാ ഇൻറ്റൻഷനലി നീയത്തോടു കൂടെയുള്ള ആ മൂവ്മെൻറ്റ് നിസ്കാരത്തിൻ്റെ എല്ലാ റുക്കിനുകളിലും കൊണ്ടുവരിക. അപ്പോൾ നല്ല സുഖം ഉണ്ടാവും, നല്ല റാഹത്തുണ്ടാവും. എല്ലാവർക്കും ഈ ഒരു സന്തോഷമാണ് ആവശ്യം. അത് നിസ്കാരത്തിന് പേരിന് സ്വലാത്ത് എന്നുള്ള പേരിൽ തന്നെ ദുആ ആണ് അതിൻ്റെ അർത്ഥം, അതൊരു പ്രാർത്ഥനയാണെന്ന് പറയാറുണ്ട്. പക്ഷേ നിസ്കാരത്തിൽ അങ്ങനെ ഒരു പ്രാർത്ഥന പലപ്പോഴും ഫീൽ ചെയ്യാത്തൊരു സംഗതി ഇവിടെ ഉണ്ട്. അപ്പോൾ അത് അതുപോലെ തന്നെ ദിക്റുകളിലെ ഉള്ളിലുള്ള ആ ഒരു പിന്നെ അഫർമേഷൻ, അതായത് നിസ്കാരത്തിൽ ദിക്റുകളൊക്കെ ചൊല്ലുമ്പോൾ പലരും അതിൻ്റെ മഹാരിജ് ശ്രദ്ധിക്കാറുണ്ട്, ഉച്ചാരണ സ്ഥാനങ്ങളൊക്കെ ശ്രദ്ധിക്കും. പക്ഷേ ഉച്ചാരണ സ്ഥാനങ്ങൾ അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ടതാണ് അതിൻ്റെ ആശയം, അഥവാ ഈ ദിക്റിൻ്റെ ഒരു അന്തസത്ത. ഈ അന്തസത്ത കൊണ്ടുവരാൻ നമുക്ക് കഴിയണം. അത് കഴിയും നമ്മളിത് പ്രാക്ടീസ് ചെയ്ത്. അപ്പോൾ ഒരു അറബിയൊന്നും അറിയാത്ത ഒരാൾക്ക് പോലും ഈ ഒരു അനുഭൂതിയോടെ നിസ്കരിക്കാം. തീർച്ചയായിട്ടും ഒരു കുറഞ്ഞ സമയം പ്രാക്ടീസ് ചെയ്താൽ അത് കഴിയും. കാരണം നിസ്കാരത്തിൽ അത്രയും ഭാഗങ്ങളേ ഉള്ളൂ, ഒരു കുറഞ്ഞ ഭാഗങ്ങളേ ഉള്ളൂ. അത് പ്രാക്ടീസ് ചെയ്താൽ അത് ലൈഫിൻ്റെ എല്ലാ ഭാഗങ്ങൾക്കും പുരോഗതി ഉണ്ടാക്കും. ഒരു ബിസിനസ്സുകാരൻ്റെ ബിസിനസ്സിന് പുരോഗതി ഉണ്ടാക്കും. ഒരു ഫാമിലി ലൈഫ് ചെയ്യുമ്പോൾ ഫാമിലിയിൽ അത് പുരോഗതി ഉണ്ടാക്കും. ജോബിലുള്ള ആൾക്ക് ആ ജോബിൽ അയാൾക്ക് നല്ല സ്റ്റെബിലിറ്റി നേടിയെടുക്കാൻ പറ്റും, ജോലി സ്ഥിരത നേടിയെടുക്കാൻ പറ്റും, ജോലിയിൽ ഉയർന്ന സ്ഥാനങ്ങളിലേക്കുള്ള സ്ഥാനക്കയറ്റം നേടിയെടുക്കും. ഇതിനെല്ലാറ്റിനും സഹായകമാകും ഒരു ഭാഗത്ത് നിസ്കാരം. അതിലെല്ലാം ഉപരി അതിനുവേണ്ടി എല്ലാം നിസ്കരിക്കേണ്ടത് ലില്ലാഹിയാണ്, അള്ളാഹുവിനെ പ്രാപിക്കലാണ് നിസ്കാരം. പക്ഷെ അതോടുകൂടെ മറ്റു നേട്ടങ്ങളും കൂടി നിസ്കരിക്കുന്ന മനുഷ്യന് നേടിയെടുക്കും. ഇൻഷാല്ലാ. അപ്പോൾ ആ ഒരു കോഴ്സ് നമ്മൾ ഈ അടുത്ത് തുടങ്ങുന്നതിലേക്ക് ആളുകൾക്ക് പിന്നെ സാധാരണക്കാരാണെങ്കിലും പണ്ഡിതന്മാരാണെങ്കിലും എല്ലാവർക്കും ഒരുപോലെ ജോയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു കോഴ്സായിരുന്നു ഡിസൈൻ ചെയ്യുന്നത്. ഇൻഷാല്ലാ അത് ആൾക്കാരെ നമ്മൾ ക്ഷണിക്കുകയാണ്. ഹാപ്പി സോണിൻ്റെ പുതിയ ഒരു പ്രോഗ്രാം കൂടിയാണ്, നിസ്കാരം പരിശീലിപ്പിക്കുന്ന ഒരു പ്രോഗ്രാം. ഇൻഷാല്ലാ.